ബ്ലാക്ക് ഹോൾസ് ശരിക്കും രണ്ട് തരത്തിലാണുള്ളത്. നമുക്കറിയാവുന്ന പോലെ ഗാലക്സികളുടെ നടുക്ക് കിടക്കുന്ന വലിയ ബ്ലാക്ക് ഹോൾസ്, അതായത് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസും അതല്ലാണ്ട് അവിടെ കിടക്കുന്ന ചെറിയ ചെറിയ ബ്ലാക്ക് ഹോൾസ്, അതായത് സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾസും. അങ്ങനെ രണ്ട് തരത്തിലുള്ള ബ്ലാക്ക് ഹോൾസ് ആണുള്ളത്. ബ്ലാക്ക് ഹോൾസിന്റെ വലിപ്പം മെഷർ ചെയ്യുന്നത് സോളാർ മാസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെച്ചിട്ടാണ്. അതായത് ഒരു സോളാർ മാസ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യന്റെ ഭാരമാണ്. ഏകദേശം 1.9 into 10⁻30 kilograms ആണ് ഒരു സോളാർ മാസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സൂര്യന്റെ ഭാരം. അപ്പൊ ഒരു ശരാശരി സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളിന്റെ ഭാരം എന്ന് പറയുന്നത് 5 to 100 സോളാർ മാസസ് ആണ്. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു ബ്ലാക്ക് ഹോൾസിനെയാണ് നമ്മൾ സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. പക്ഷെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 10⁵5 to 10⁻10 സോളാർ മാസസ് ആണ് അതിന്റെ ഒരു ആവറേജ് മാസ് എന്ന് പറയുന്നത്. സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന് ഇത്ര മാസം ഉള്ളത് കൊണ്ടാണ് ഇതിനെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. അതായത് ഇവർ നിസാരക്കാരൊന്നല്ല, വളരെയധികം വലിയ ബ്ലാക്ക് ഹോൾ ആണ്. വലിപ്പം കൂടുന്നതനുസരിച്ച് അതിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് കൂടുതലായിരിക്കും. എല്ലാം കൊണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾസ് ആണ് ഇത്. ഇത്തരം ബ്ലാക്ക് ഹോൾസിന്റെ മാസീവ്നെസ്സും സ്ട്രെങ്തും കാരണമാണ് ഒരു എൻറ്റയർ ഗാലക്സി അതിന് ചുറ്റും ഫോം ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ സ്ട്രെങ്ത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതിന്റെ വലിപ്പം എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ എല്ലാവരുടെയും ഒരു വീടാണിത്. നമ്മുടെ സൂര്യനെ പോലെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് സ്റ്റാറുകൾ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്ന ഒരു സ്പൈറൽ ഗാലക്സിയാണ് നമ്മുടെ മിൽക്കി വേ. അപ്പോൾ ഈ മിൽക്കി വേയുടെ നടുക്കാണെങ്കിൽ ഇതേപോലെ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ കാണാൻ പറ്റും. ഇതിന്റെ പേരാണ് സെജിറ്റേറിയസ് എ സ്റ്റാർ. അപ്പോൾ സെജിറ്റേറിയസ് എ സ്റ്റാറിന്റെ തൊട്ടടുത്ത് നമ്മുടെ ഭൂമി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭൂമിനെ കാണാൻ പോലും പറ്റില്ല. ഒരു ബാക്ടീരിയ പോട്ടെ, ഒരു സെല്ല് പോലെ ആയിരിക്കും നമുക്ക് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുക. അതായത് നമ്മുടെ യൂണിവേഴ്സിൽ കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളുടെ വലിപ്പം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു റൈറ്റ് മൈൻഡിൽ ആലോചിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് മാസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ശരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോ സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളിന്റെ സൈസ് റേഞ്ച് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് 5 to 100 സോളാർ മാസസ് ആണ് സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളിന്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന്റെ സൈസ് റേഞ്ച്, അതായത് 10⁵5 to 10⁻10 സോളാർ മാസസ്. അപ്പോ ഈ രണ്ട് കണക്കുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം തോന്നിക്കുന്നുണ്ടോ? സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളിന്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 100 സോളാർ മാസസ് ആണ്. സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് 10⁵5 സോളാർ മാസസ് ആണ്. അതായത് ഈ 100 സോളാർ മാസിന്റെ ഈ 10⁵5 സോളാർ മാസിന്റെ ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. അതായത് 100 സോളാർ മാസ് തൊട്ട് 10⁵5 സോളാർ മാസ് വരെയുള്ള ആ ഒരു വലിയ ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോ ഇത്രയും വലിയ വോയിഡിന്റെ അകത്ത് നടക്കുന്ന ബ്ലാക്ക് ഹോൾ എന്തായിരിക്കും? അതോ ഈ സൈസ് റേഞ്ചിലുള്ള ബ്ലാക്ക് ഹോൾസ് ശരിക്കും ഉണ്ടോ? ബ്ലാക്ക് ഹോൾസിനെ പറ്റി മിക്കവരും ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ടൈപ്പ് ബ്ലാക്ക് ഹോൾസിനെ പറ്റിയിട്ടാണ് ഞാൻ എപ്പോഴും കേൾക്കാറ്. പക്ഷെ ശരിക്കും അത് അങ്ങനെയല്ല. സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളിന്റെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന്റെ നടുക്കടക്കുന്ന ബ്ലാക്ക് ഹോൾസിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് മാസ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 സോളാർ മാസസ് തൊട്ട് 10⁵5 സോളാർ മാസസ് വരെയാണ് ഈ ബ്ലാക്ക് ഹോൾസിന്റെ ഭാരം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസിനെ നമുക്ക് ഒബ്വിയസ്ലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ നടുക്കിടക്കുന്ന ആ ഒരു ഇന്റർമീഡിയറ്റ് ബ്ലാക്ക് ഹോൾസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാറില്ല. അത് ഇതുവരെ പറ്റിയിട്ടുമില്ല. ഒരു തരത്തില് ഈ ബ്ലാക്ക് ഹോൾ നമ്മളിൽ നിന്ന് ഒളിച്ചു കളിക്കുന്ന രീതിയിലാണ് ഇപ്പൊ ശരിക്കും നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത, നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ബ്ലാക്ക് ഹോൾസ് നമ്മുടെ യൂണിവേഴ്സിൽ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇന്റർമീഡിയറ്റ് സൈസ് ബ്ലാക്ക് ഹോളിന്റെ മിനിമം മാസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് 100 സോളാർ മാസസ്. നമ്മുടെ സൂര്യന്റെ അടുത്ത് ഭൂമി നിൽക്കുമ്പോൾ ഉള്ള ഒരു സൈസ് കമ്പാരിസൺ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ സൂര്യനിലും ഒരു 100 മടങ്ങ് മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോളിന്റെ വലിപ്പം എന്ന് പറയുന്നുണ്ടായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത്ര മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾസ് തുടങ്ങി 10⁵5 സോളാർ മാസ് വരെ വരുന്ന ബ്ലാക്ക് ഹോൾസിനെയാണ് ശരിക്കും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ബ്ലാക്ക് ഹോൾസിന്റെ പൊതുവെയുള്ള സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്ത് കണ്ടാലും അത് അതിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കും. ഈവൻ ലൈറ്റിനെ പോലും അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതേപോലുള്ള ബ്ലാക്ക് ഹോൾസ് നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാണ്ട് അത് അത്യാവശ്യം വലിയ ബ്ലാക്ക് ഹോൾസ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് ഇതിനെ ഡിറ്റക്ട് ചെയ്യണം. ഇൻ ജനറൽ ബ്ലാക്ക് ഹോൾസിനെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ് ശരിക്കും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അതായത് ബ്ലാക്ക് ഹോൾസിന്റെ അക്രീഷൻ ഡിസ്ക് ഇല്ലേ, അതായത് അതിന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്ന ഒരു ഡിസ്ക് ഇല്ലേ, അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എക്സ്റേസ് നോക്കിയിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് ഹോളിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ തന്നെ ടെലിസ്കോപ്പ് ആയിട്ടുള്ള ചന്ദ്ര, പിന്നെ XMM, ന്യൂട്ടൺ, അങ്ങനെ ഒരുപാട് ടെലിസ്കോപ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എക്സ്റേനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ അക്രീഷൻ ഡിസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർസ്റ്റെല്ലാർ മൂവി ഉണ്ടവർക്കൊക്കെ ആ ഒരു സംഭവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് ബ്ലാക്ക് ഹോളിന് ചുറ്റും
ഒരു ഗ്ലോ ചെയ്യുന്ന ഒരു റിങ് ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ? അതായത് അവിടെ ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കാരണം ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റും ശരിക്കും ചുറ്റുന്നത് ഒരുപാട് ഗ്യാസസും പാർട്ടിക്കിൾസ് അങ്ങനെയുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇത് ഏകദേശം ക്ലോസ് ടു സ്പീഡ് ഓഫ് ലൈറ്റിലാണ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്പീഡിൽ ഈ ഒരു ബ്ലാക്ക് ഹോൾ ചുറ്റും ഇങ്ങനെ ചുറ്റി അതിന്റെ ആ ബ്ലാക്ക് ഹോൾ അകത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ പാർട്ടിക്കിൾസും ഗ്യാസസും തമ്മിൽ ഇങ്ങനെ പയ്യനെ ഒരസും. അപ്പോൾ ഇവ തമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രിക്ഷൻ കാരണം ഉണ്ടാവുന്ന ലൈറ്റ് ആണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ലൈറ്റിനോടൊപ്പം തന്നെ എക്സ്റേസ് എമിറ്റ് ചെയ്യും. ഇതും കൂടാണ്ട് വേറൊരു മെത്തേഡാണ് ഗ്രാവിറ്റേഷണൽ റിപ്പൾസസ് ഡിറ്റക്ട് ചെയ്യാന്നുള്ളത്. ഇതിന്റെ ടെക്നിക്ക് എന്താ വെച്ചാൽ, ഇപ്പൊ 2 ബ്ലാക്ക് ഹോൾസ് ഇങ്ങനെ വന്ന് അടുത്തേക്ക് ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ 2 ബ്ലാക്ക് ഹോൾസും കൂടി മെർജ് ചെയ്തെന്ന് വിചാരിക്കാം, അത് ഒന്നായി എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഗ്രാവിറ്റേഷണൽ റിപ്പൾസസ് നമ്മുടെ സ്പേസിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യും. നമ്മുടെ ഭൂമിയിലുള്ള ലിഗു എന്ന് പറയുന്ന സ്പേസ് ഒബ്സർവേറ്ററി ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള റിപ്പൾസസ് ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഈ സ്പേസ് ടൈമിൽ കൂടെ യാത്ര ചെയ്ത് വരുന്ന ഈ ഗ്രാവിറ്റേഷണൽ റിപ്പൾസസിന്റെ ഒരു പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലാക്ക് ഹോളിന്റെ മാസ് എത്രയാണ്, ഈ ബ്ലാക്ക് ഹോൾ എത്ര ദൂരത്തു നിന്നാണ് വരുന്നത്, ഏത് ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഈ ഒരു മെത്തേഡിന്റെ ഗുണം എന്താ വെച്ചാൽ, നമുക്ക് ലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും അതായത് വിഷ്വലി നമുക്ക് കാണാൻ പറ്റിയിരുന്നുണ്ടെങ്കിലും നമുക്കൊരു ബ്ലാക്ക് ഹോളിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതും കൂടാണ്ട് ഞാൻ മിക്ക വീഡിയോയിലും പറയാറുള്ള ഗ്രാവിറ്റേഷൻ ലെൻസിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡും കൂടിയുണ്ട്. അതായത് ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റി വളരെയധികം സ്ട്രോങ് ആണെന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ബ്ലാക്ക് ഹോളിന്റെ പുറയിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കാന്ന് വിചാരിക്കാം. നിങ്ങൾ ഇപ്പോൾ ഇമേജിൽ കാണുന്ന പോലെ ഒരു ഒബ്ജക്റ്റ് നിൽക്കാന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് ഈ ബ്ലാക്ക് ഹോളിന്റെ അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ബ്ലാക്ക് ഹോളിന്റെ ആ ഒരു എക്സ്ട്രീം ഗ്രാവിറ്റി കാരണം ഈ ലൈറ്റ് പയ്യെ ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ബ്ലാക്ക് ഹോൾ അവിടെ ഇല്ലെന്ന് വിചാരിക്കുക, ഈ ലൈറ്റ് നേരെ ആയിരിക്കും പോവുക. പക്ഷെ ബ്ലാക്ക് ഹോൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ലൈറ്റ്, അതായത് ഈ പ്ലാനറ്റിൽ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് പയ്യെ ബെൻഡ് ചെയ്തിട്ടായിരിക്കും വരാം. അതായത് ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റി കാരണം ലൈറ്റ് ഒരു തരത്തിലെ ലെൻസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ശരിക്കും അവിടെ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മെത്തേഡിന് ഗ്രാവിറ്റേഷൻ ലെൻസിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡ് ഇതിനേലും സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അതായത് ഒരു വലിയ ബ്ലാക്ക് ഹോൾ ഒരിടത്ത് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ബ്ലാക്ക് ഹോളിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് വളരെയധികം ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സംഭവമാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു സോളാർ സിസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്ലാനറ്ററി സിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഗ്രഹോ എന്തെങ്കിലുമൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഓർബിറ്റിംഗ് പാറ്റേൺ വളരെയധികം വിയേർഡ് ആയിരിക്കും. അതായത് നമ്മുടെ ഒരു സോളാർ സിസ്റ്റം പോലെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോവില്ല. ബ്ലാക്ക് ഹോളിലെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് കാരണം ഈ ഒരു സോളാർ സിസ്റ്റത്തിന്റെ ആ ഒരു പാറ്റേൺ, അതിന്റെ ഓർബിറ്റിംഗ് പാറ്റേൺ ഒക്കെ വളരെയധികം വിയേർഡ് ആയിരിക്കും. വളരെ റാൻഡം ആയിട്ടുള്ള ഒരു ഓർബിറ്റിംഗ് പാറ്റേൺ ആയിരിക്കും ശരിക്കും ഉണ്ടാവുക. അപ്പോ ഇത്തരത്തിലുള്ള സോളാർ സിസ്റ്റോ ഇത്തരത്തിലുള്ള പ്ലാനറ്ററി സിസ്റ്റോ ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? തൊട്ടടുത്ത് ഒരു ബ്ലാക്ക് ഹോൾ കിടപ്പുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് വിഷ്വലും മറ്റുള്ള രീതിയും കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾസിന്റെ മാസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിയർഡായിട്ട് ബിഹേവ് ചെയ്യുന്ന പ്ലാനറ്ററി സിസ്റ്റത്തിന്റെ ഓർബിറ്റും അതിന്റെ ഓർബിറ്റൽ സ്പീഡും അത് ഓർബിറ്റൽ പാറ്റേൺ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില കാൽക്കുലേഷൻസിലൂടെ ഈ ഒരു ബ്ലാക്ക് ഹോളിന്റെ വലുപ്പവും അതിന്റെ മാസും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ 4 മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ബ്ലാക്ക് ഹോൾസിനെ നമ്മൾ മെയിൻലി ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് ബ്ലാക്ക് ഹോൾസിനെ കണ്ടുപിടിച്ചേക്കുന്നത്. പക്ഷെ കുഴപ്പം എന്താ വെച്ചാൽ ഈ 4 മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളിനെ കണ്ടുപിടിക്കാൻ പറ്റും, സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഈ നടുക്കെടുക്കുന്ന ഒരു വോയിഡ് 100 സോളാർ മാസസ് ടു 10⁵ സോളാർ മാസ് വരെ മാസ് റേഞ്ച് ഉള്ള ബ്ലാക്ക് ഹോൾസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി ചെറിയൊരു ബ്ലാക്ക് ഹോളാണ്. നമ്മുടെ ഭൂമിനെ വെച്ച് കമ്പയർ ചെയ്യരുത്, പക്ഷെ ഇൻ ജനറൽ അത് ചെറിയൊരു ബ്ലാക്ക് ഹോളാണ്. ഈ ബ്ലാക്ക് ഹോൾ ചെറുതായതുകൊണ്ട് തന്നെ അതിന്റെ ചുറ്റുമുള്ള അക്രീഷൻ ഡിസ്ക് ഇല്ലേ, അത് വളരെ വയലന്റ് ആയിരിക്കും, വളരെ വിഗ്രസ്ലി ആയിരിക്കും അതിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്വലി എക്സ്റേസ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു സംഭവത്തിനെ വളരെ ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മിക്കവാറുമുള്ള സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾസ് ഇങ്ങനെ ഒറ്റയ്ക്കല്ല കണ്ടുവരുന്നത്. അതിന്റെ കൂടെ തന്നെ ഏകദേശം അതിനോടൊത്ത് മാസമുള്ള ഒരു സ്റ്റാർ ഉണ്ടാവും. അതായത് ഒരു സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ, അതിന് തൊട്ടടുത്ത് തന്നെ ഒരു സൂര്യൻ ഉണ്ടാവും, അത്യാവശ്യം വലിയ മാസീവ് ആയിട്ടുള്ള ഒരു സൂര്യൻ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളും ഈ സൂര്യനും ഒരു തരത്തില് ബൈനറി സിസ്റ്റം ആയിട്ട്, അതായത് പരസ്പരം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ശരിക്കും അവിടെ കാണാൻ കഴിയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഒരു ബ്ലാക്ക് ഹോളിനടുത്ത് ഒരു സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ ഈ സൂര്യന്റെ അകത്തുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ, അതായത് മാറ്ററും കാര്യങ്ങളൊക്കെ ഈ ബ്ലാക്ക് ഹോൾ എന്തായാലും അകത്തേക്ക് വലിച്ചെടുക്കും. അങ്ങനെ ഇവൻച്വലി സമയം മുന്നോട്ട് പോകുമ്പോൾ ഈ ബ്ലാക്ക് ഹോൾ ഈ സൂര്യന്റെ ഉള്ള കംപ്ലീറ്റ് മെറ്റീരിയൽസ് വലിച്ചെടുത്തിട്ട് അത് ഈ പറഞ്ഞ അക്രീഷൻ ഡിസ്കിന് ഇങ്ങനെ ചുറ്റുമിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ ഈ ബ്ലാക്ക് ഹോൾ ചുറ്റുമുള്ള ഒരു അക്രീഷൻ ഡിസ്കിന്റെ പരസ്പരം ഒരഞ്ഞ് അതിന്റെ ഫ്രിക്ഷൻ കൂടുകയും
ലൈറ്റ് കൂടുതൽ എമിറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾസിന് ഈസി വേ ആണ് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. പിന്നെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസിന്റെ കേസ് ഞാൻ പറയാണ്ടിരിക്കുകയായിരിക്കും, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ വലിയ ഗാലക്സികളുടെ നടുക്കും ക്വാസാർസിന്റെ അവിടെയൊക്കെ നമുക്ക് വലിയ വലിയ ബ്ലാക്ക് ഹോൾസിനെ കാണാൻ പറ്റും. അതിനെയാണ് ശരിക്കും നമ്മൾ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. അത് ഈസിലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഇന്റർമീഡിയറ്റ് മാസ് ബ്ലാക്ക് ഹോൾസിന്റെ കേസ് വരുമ്പോഴാണ് ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇന്റർമീഡിയറ്റ് മാസ് ബ്ലാക്ക് ഹോൾസ് ജനറലി ഒറ്റത്തടിയാണ്, ഒറ്റയ്ക്കാണ് കാണാൻ കഴിയുന്നത്. അതായത് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു കൊടുങ്കാട്ടിൽ കൂടെ ഒറ്റയ്ക്ക് അലഞ്ഞെടുക്കുന്ന ഒരു കാട്ടാനെ പോലത്തെ ഒരു സംഭവമാണ് ശരിക്കും. ഈ ബ്ലാക്ക് ഹോളിനെ വലിച്ചെടുക്കാനും അട്രാക്ട് ചെയ്യാനുമായിട്ട് മാറ്ററും ഗ്യാസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ ചുറ്റും ഈ പറയുന്ന അക്രീഷൻ ഡിസ്ക് കാണാറില്ല. ബ്ലാക്ക് ഹോളിനെ ബ്ലാക്ക് ഹോൾ എന്ന് പേര് വിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അത് ബാക്ക്ഗ്രൗണ്ട് സ്പേസുമായിട്ട് കംപ്ലീറ്റ്ലി ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതായത് തൊട്ടടുത്ത് ഒരു ബ്ലാക്ക് ഹോൾ നിന്ന് കഴിഞ്ഞാൽ സ്പേസിലൂടെ ഒരു ബ്ലാക്ക് ഹോൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഒരു ബ്ലാക്ക് ഹോളിൽ ഈ പറയുന്ന അക്രീഷൻ ഡിസ്ക് ഒന്നും ഇല്ലെങ്കിലുള്ള സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയേ. നമുക്ക് അങ്ങനത്തെ ഒരു സംഭവത്തെ ഡിറ്റക്ട് ചെയ്യാൻ പോലും പറ്റില്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതായത് ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള ഒരു അക്രീഷൻ ഡിസ്ക് ഇല്ലാത്തടത്തോളം കാലം ഈ ബ്ലാക്ക് ഹോളിനെ ഡിറ്റക്ട് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഹോൾസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരുപാട് അകലെ നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ്. മിക്കവാറും ഡ്വാർഫ് ഗാലക്സികളിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഹോൾസിനെ കാണാൻ കഴിയുക. പിന്നെ വേറൊരു ഒബ്സർവേഷൻ എന്താ വെച്ചാൽ ഒരു സ്റ്റാർ ക്ലസ്റ്റർ നിങ്ങൾ കൺസിഡർ ചെയ്യാം. നമ്മൾ ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഒരു സ്റ്റാറിന്റെ ഒരു കൂട്ടായ്മ, ഒരു കുറെ സ്റ്റാറുകൾ അവിടെ നിൽക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സ്റ്റാർ ക്ലസ്റ്ററിനകത്ത് ഒരു വലിയ മാസീവ് ആയിട്ടുള്ള സ്റ്റാർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സ്റ്റാർ അത്യാവശ്യം മാസീവ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡും അത്യാവശ്യം കൂടുതലായിരിക്കും. അപ്പോൾ ഈ മാസീവ് ആയിട്ടുള്ള സ്റ്റാർ ഈ ഒരു സ്റ്റാർ ക്ലസ്റ്റർ ആ കൂട്ടായ്മയുടെ അകത്തുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള സ്റ്റാറുകളെല്ലാം ഈ ഒരു വലിയ സ്റ്റാർ ഇൻഫ്ലുവൻസ് ചെയ്യും, അതായത് ഗ്രാവിറ്റേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇവിടെ ഈ വലിയ സ്റ്റാറിന് പകരം ഒരു ഇന്റർമീഡിയറ്റ് ബ്ലാക്ക് ഹോൾ ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ഇനി ചുറ്റും കിടക്കുന്ന ഒരുപാട് കുഞ്ഞു സ്റ്റാറുകളില്ലേ, ആ സ്റ്റാറുകളുടെ ക്യാരക്ടറിസ്റ്റിക് രണ്ട് സിമിലർ ആയിട്ടായിരിക്കും നമുക്ക് തോന്നുക. അതായത് ഒരു വലിയ സ്റ്റാർ മൂലം ഉണ്ടാവുന്ന ആ ഒരു ഗ്രാവിറ്റേഷൻ ഡിഫറൻസും ഒരു ഇന്റർമീഡിയറ്റ് ബ്ലാക്ക് ഹോൾസിന്റെ ഇടയിൽ കിടക്കുമ്പോൾ ഉള്ള ഗ്രാവിറ്റേഷൻ ഡിഫറൻസ് നമുക്ക് ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ സെയിം ആയിട്ടായിരിക്കും തോന്നുക. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാറിനെ മിസ്റ്റേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് ഒരു ഇന്റർമീഡിയറ്റ് ബ്ലാക്ക് ഹോൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു സ്റ്റാർ ആണോ ഒരു ഇന്റർമീഡിയറ്റ് ബ്ലാക്ക് ഹോൾ ആണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് റീസൺസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് വളരെ ക്വയറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾസ് ആണ്, മിണ്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന ഒരു ബ്ലാക്ക് ഹോൾസ് ആണ്. ഇതിന്റെ വലുപ്പം എന്ന് പറയുന്നത് എക്സ്ട്രീംലി വലിയൊരു ബ്ലാക്ക് ഹോൾ ആണ്. എന്നാൽ സൂപ്പർ മാസീവിന്റെ മാക്സിമം റേഞ്ചിന്റെ അത്രയില്ല. അതായത് ഒരു ചെറിയ റേഞ്ചിൽ കിടക്കുന്ന ഒരു ബ്ലാക്ക് ഹോൾ ആണെന്നുണ്ടെങ്കിലും ഇത് അത്യാവശ്യം വിഗ്രസ്ലി വലിയൊരു ബ്ലാക്ക് ഹോൾ തന്നെയാണ്. ആരോട് മിണ്ടാണ്ട് നമ്മുടെ യൂണിവേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അലഞ്ഞു കിടക്കുന്ന ബ്ലാക്ക് ഹോൾസ് ആണ് ശരിക്കും ഇത്. അപ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ബ്ലാക്ക് ഹോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്റ്റാർ ക്ലസ്റ്റർ ആലോചിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റാറുകളുടെ ഒരു കൂട്ടായ്മ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഈ സ്റ്റാർ ക്ലസ്റ്ററിനകത്തുള്ള മാസീവ് ആയിട്ടുള്ള സ്റ്റാറുകളെല്ലാം ഇങ്ങനെ പലപ്പോഴുമായിട്ട് ഇങ്ങനെ കൂട്ടിയിടിച്ച് ഒരു വലിയ സ്റ്റാർ ആയിട്ട് മാറും. അത് വലിയ മാസീവ് ആയിട്ടുള്ള സ്റ്റാർ ആയിട്ട് മാറും. അങ്ങനെ ഈ പുതിയതായിട്ട് ഫോം ചെയ്ത മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർ അതിന്റെ സ്വന്തം ഗ്രാവിറ്റിയിൽ കൊളാപ്സ് ചെയ്തിട്ട് ഒരു സൂപ്പർനോവ സംഭവിക്കാണ്ട് തന്നെ ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറുന്നു. അതായത് സൂപ്പർനോവ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സൂപ്പർനോവനെ ഡിറ്റക്ട് ചെയ്യാനെങ്കിലും പറ്റും. പക്ഷെ ഇവിടെ സൂപ്പർനോവ സംഭവിക്കാണ്ട് തന്നെ അതൊരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നുള്ള മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾ അല്ല, അതായത് കുഞ്ഞു ബ്ലാക്ക് ഹോൾ അല്ല, ഇങ്ങനെ കൂട്ടി വെച്ച് മാസം കൂടി ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിൽ ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും ഇത്ര മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോളുകളെ പറ്റിയിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് എന്തായാലും ഞാൻ അടുത്ത വീഡിയോ കാണാം.